ഫസ്റ്റത്തെ കെമിക്കൽ പ്രോപ്പർട്ടി എന്തായിരുന്നു? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ആദ്യത്തേന്ന് പറഞ്ഞാൽ HCN ആയിട്ടുള്ള റിയാക്ഷനാണ്. അതായത് നമ്മുടെ ആൽഡിഹൈഡും കീറ്റോണും ഇവർ HCN ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സയാനോ ഹൈഡ്രൻ തരും. ഓക്കെ, ഈ സയാനോ ഹൈഡ്രൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിന്തറ്റിക് കമ്പൗണ്ടാണ്. കാരണം അവരെ എളുപ്പത്തിൽ നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റും, എന്നിട്ട് ആൽഫ ഹൈഡ്രോക്സി കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, കാർബോക്സിലിക് ആസിഡ്സ് ആൽഫ പൊസിഷനിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്ന് നമുക്കൊരു കാർബോക്സിലിക് ആസിഡിനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്പൗണ്ടാണ് ആര്? സയാനോ ഹൈഡ്രൻ. അപ്പോൾ ഈ സയാനോ ഹൈഡ്രൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ HCN ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, ഇനി ഇതെങ്ങനെ റിയാക്ഷൻസ് വരാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ നമ്മൾ HCN ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സയാനോ ഹൈഡ്രൻ കിട്ടും. അതാണ് നമ്മുടെ മെയിൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൽഡിഹൈഡായിട്ട് ഫസ്റ്റത്തെ ആൽഡിഹൈഡ് എടുക്കാം. അതായത് ഫോർമാൽഡിഹൈഡ് HC ഡബിൾ ബോണ്ട് OH. ഇതിനെ നമ്മൾ HCN ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് ഓൾറെഡി ഇവിടെ നടുവിൽ C ഉണ്ട്, ഇവിടെ 2 H ഉണ്ട്, ഇവിടെയും ഇവിടെയായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഡബിൾ ബോണ്ട് പൊട്ടും. C ഡബിൾ ബോണ്ട് അവിടെയുള്ള ഡബിൾ ബോണ്ട് പൊട്ടും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ ഈ ഓക്സിജൻ ഉണ്ടല്ലോ, ഈ ഓക്സിജനിലേക്ക് ഈ ഹൈഡ്രജൻ കയറും. ഓക്കെ, ഹൈഡ്രജൻ മാത്രം. എന്നിട്ട് OH എന്നാവും. എന്നിട്ട് ഈ CN ഉണ്ടല്ലോ, CN എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബോണ്ടിലേക്ക് കയറും. അതായത് ഇതിവിടെ ഇങ്ങനെയാവും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇതിനെയാണ് സയാനോ ഹൈഡ്രൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ നമുക്ക് അടുത്ത ആൽഡിഹൈഡ്സ്. ഇനി അടുത്ത ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് CH3C ഡബിൾ ബോണ്ട് OH. ഇതൊരു എക്സാമ്പിളായിട്ട് എടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് ആൽഡിഹൈഡ് വേണമെങ്കിലും അതിൻ്റെ സ്ഥലത്ത് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ HCN ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ എന്ത് വരും? നമുക്ക് ഇവിടെ C ഓൾറെഡി ഉണ്ടായിരുന്നു, ഇവിടെ CH3 ഉണ്ട്, ഇവിടെ H ഉണ്ട്, ആൻഡ് ഇതിൻ്റെ മുകളിലായിട്ട് O ഉണ്ടായിരുന്നു ഓൾറെഡി, അവിടേക്ക് H വന്നു, ആൻഡ് ഇവിടെ CN വന്നു. ഓക്കെ, ഇതടുത്തത്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീറ്റോൺ ആണുള്ളത്. അപ്പോൾ കീറ്റോണിൻ്റെ CH3C ഡബിൾ ബോണ്ട് CH3. ഓക്കെ, ഇതിനെ നമ്മൾ HCN ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ C ഉണ്ട്, പിന്നെ എന്ത് ചെയ്യാം? ഇവിടുത്തെ CH3 എഴുതാം, ഇവിടുത്തെ CH3 എഴുതാം. ഇനി അടുത്തത് ഇവിടെ O ഉണ്ടായിരുന്നു, അവിടേക്ക് ഹൈഡ്രജൻ കയറി, ആൻഡ് ഇവിടെ CN ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് HCN ആയിട്ടുള്ള റിയാക്ഷൻ വരുന്നത്, പല ആൾക്കാരായിട്ട്. ഇതെന്തായിരുന്നു? ഇത് കീറ്റോണാണ്. കീറ്റോണായിട്ട് HCN റിയാക്ട് ചെയ്യുമ്പോഴും നമുക്ക് സയാനോ ഹൈഡ്രൻ കിട്ടും. ആൽഡിഹൈഡായിട്ട് അതർ ആൽഡിഹൈഡ്സിൽ വരുന്നതാണിത്. ഓക്കെ, പിന്നെ നമ്മുടെ ഫോർമാൽഡിഹൈഡായിട്ട് റിയാക്ട് ചെയ്തപ്പോഴും നമുക്ക് സയാനോ ഹൈഡ്രൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് HCN ആയിട്ടുള്ള റിയാക്ഷൻ. ഇനി നമ്മൾ പറഞ്ഞു ഈ സയാനോ ഹൈഡ്രൻ എന്ന് പറയുന്നത് എളുപ്പത്തിൽ നമുക്ക് ആൽഫ ഹൈഡ്രോക്സി കാർബോക്സിലിക് ആസിഡ് തരുന്ന ഒരു കമ്പൗണ്ടാണ് ഈ സയാനോ ഹൈഡ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ തരും എന്ന് നോക്കാം. അതായത് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു അസറ്റാൽഡിഹൈഡ് സയാനോ ഹൈഡ്രനാണ് ഇരിക്കണേന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാക്റ്റിക് ആസിഡ് കിട്ടും. ഓക്കെ, ഈ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ അസറ്റാൽഡിഹൈഡ് സയാനോ ഹൈഡ്രൻ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മുടെ എന്താ പറയുക, മറ്റേ ഫസ്റ്റ് ആൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ് അല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആൽഡിഹൈഡിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? HCN ആയിട്ട് റിയാക്ട് ചെയ്താൽ മതി. അപ്പോൾ HCN ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അസറ്റാൽഡിഹൈഡ് കിട്ടും. അസറ്റാൽഡിഹൈഡ് സയാനോ ഹൈഡ്രൻ കിട്ടും. അതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാക്റ്റിക് ആസിഡ് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ
ഇപ്പോൾ പറഞ്ഞ റിയാക്ഷൻ. ഇതാണ് അസറ്റാൽഡിഹൈഡ് സയാനോഹൈഡ്രൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ കിട്ടി? നമുക്ക് ഉണ്ടായിരുന്ന എന്താ പറയുക, ഫോർമാൽഡിഹൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തൊരു ആസിഡ് ഉണ്ടല്ലോ, അസറ്റാൽഡിഹൈഡ് ഉണ്ടല്ലോ, CH3CHO, എത്തനാൽ. ആ എത്തനാലിനെ നമ്മൾ HCN ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടിയതാണ് ഈ അസറ്റാൽഡിഹൈഡ് സയാനോഹൈഡ്രൻ. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഹൈഡ്രലൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നതാണ് ലാക്റ്റിക് ആസിഡ്. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. COH CH3CnH, ഇങ്ങനെയാണ് ആ കമ്പൗണ്ട് ഇരിക്കുന്നത്. ഇനി ഇതിനെ ഹൈഡ്രലൈസ് ചെയ്യാം. അപ്പോൾ ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നടുവിലത്തെ കാർബൺ അതേപോലെ ഉണ്ടാവും, മുകളിൽ OH ഗ്രൂപ്പ് ഉണ്ട്, ആൻഡ് ഇവിടെ CH3 ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ആൻഡ് ഇവിടെയുള്ള CN ഉണ്ടല്ലോ, ആ CNലേക്കാണ് OOH കയറുക. ഓക്കെ, ഹൈഡ്രലൈസ്ഡ് ആവുന്നത് ഈ CN ആണ് COOH ആവുന്നത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇതാണ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, ഈ ലാക്റ്റിക് ആസിഡ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയ കാരണം നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ ഒരു കമ്പൗണ്ട് വരുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ കാർബൺ നടുവിലില്ലേ? ഉണ്ട്. ആൻഡ് ഇവിടെ OH താഴെയാണ്, ആൻഡ് ഇവിടെ മുകളിലാണ്. അപ്പോൾ ഈ മുകളിലുണ്ടായിരുന്ന OHനെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി, അപ്പോൾ അത് താഴേക്ക് വരും. ആൻഡ് Hനെ നമ്മൾ ഇതേപോലെ, ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിരുന്നു. ഈ കാർബണിൻ്റെ മുകളിലും താഴെയായിട്ടാണ് നമുക്ക് OHും Hഉം ഉണ്ടായിരുന്നത്. അത് നമുക്ക് ലാക്റ്റിക് ആസിഡ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയ കാരണം തിരിച്ചു വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ OH എന്തായി? താഴേക്കായി. ഹൈഡ്രജൻ എന്തായി? മുകളിലേക്കായി. പിന്നെ COHും CH3യും അതിൻ്റെ അതേ പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അസറ്റാൽഡിഹൈഡ് സയാനോഹൈഡ്രന് ലാക്റ്റിക് ആസിഡ് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഇനി റിയാക്ഷൻ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽഡിഹൈഡും കീറ്റോണും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡീഷൻ പ്രോഡക്റ്റ് കിട്ടുമല്ലോ. അതിനെ ഹൈഡ്രലൈസ് ചെയ്തിട്ടാണ് നമുക്ക് എപ്പോഴും ആൽക്കഹോൾ കിട്ടാറ്. ഇത് നമ്മൾ മുമ്പ് ആൽക്കഹോളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫോർമാൽഡിഹൈഡാണ് ഇങ്ങനെ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രലൈസ് ചെയ്യണമെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. ബാക്കിയുള്ള ആൽഡിഹൈഡ്സ് ആണെങ്കിൽ സെക്കൻഡറി കിട്ടും. കീറ്റോൺ ആണെങ്കിൽ ടെർഷ്യറി ആൽക്കഹോളാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ് വരിക നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കുറേ വട്ടം പറഞ്ഞിട്ടുള്ള കാരണം ഞാൻ ഇതിൽ ഒരു എക്സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഏത് കാണിക്കാം? അപ്പോൾ ആൽഡിഹൈഡ് കാണിക്കാം, എത്തനാൽ കാണിക്കാം. CH3C ഡബിൾ ബോണ്ട് OH. ഇതിനെ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. എന്താണ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ്? RMgBr ആണ്. RMgBr ആണ്. അപ്പോൾ ആറായിട്ട് നമ്മൾ CH3 എടുക്കുകയാണ്, പിന്നെ MgBr. അപ്പോൾ ഇതാദ്യം ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജൻ്റ്. അപ്പോൾ ഇതായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും നമുക്കൊരു അഡീഷൻ പ്രോഡക്റ്റാണ് കിട്ടുക. ആ പ്രോഡക്റ്റ് എങ്ങനെ കിട്ടും? ആദ്യം നമുക്കിവിടെ CH3 ഉണ്ട്, പിന്നെ അതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബൺ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ആൻഡ് ഈ ഡബിൾ ബോണ്ട് പൊട്ടും. അങ്ങനെ ഓക്സിജൻ്റെ ഒപ്പം ആര് പോവും? MgBr പോവും. ആൻഡ് കാർബണിലുള്ള ബാക്കിയുള്ള ബോണ്ടിൽ CH3 കയറും. അങ്ങനെ നമുക്കൊരു അഡീഷൻ പ്രോഡക്റ്റ് കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഹൈഡ്രലൈസ് ചെയ്യാണ്, വാട്ടർ വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ H2Oയിലുള്ള OH ഇവിടെ കയറും, ഹൈഡ്രജൻ ഇവിടെ കയറും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? CH3CHOH CH3. ക്ലിയർ ആയോ? പിന്നെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ആരുണ്ടാവും? Mgൻ്റെ ഒപ്പം Br ഉണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം ഈ H2Oയിൽ H+ഉം OH- ഇല്ലേ? H+ ആണ് ഇങ്ങോട്ട് കയറിയത്, ഇനി OH ഇങ്ങോട്ട് ഇതിൻ്റെ ഒപ്പം പോവും. ക്ലിയർ ആയോ? ഇതുപോലെ എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരുന്നു? ആൽഡിഹൈഡ് ആയിരുന്നു. ആ ആൽഡിഹൈഡ് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു അഡീഷൻ പ്രോഡക്റ്റ് കിട്ടി. ആ അഡീഷൻ പ്രോഡക്റ്റിനെ ഹൈഡ്രലൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽക്കഹോൾ കിട്ടി. ആൻഡ് ഇതെന്ത് ആൽക്കഹോളാണ്? സെക്കൻഡറി ആൽക്കഹോളാണ്. ആൻഡ് ഒരു ബൈ പ്രൊഡക്റ്റും കിട്ടി. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് റിയാക്ഷൻ വിത്ത് സോഡിയം ബൈസൾഫേറ്റ്. സോഡിയം ബൈസൾഫേറ്റ് എന്ന് പറഞ്ഞാൽ NaHSO3. ഓക്കെ,
ഇതായിട്ട് നമ്മുടെ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ ഈ സോഡിയം ബൈസൾഫേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ NaHSO4 SO3 ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ മീഥൈൽ കീറ്റോൺ മാത്രമേ പറ്റുള്ളൂ. ഒന്നല്ലെങ്കിൽ അത് ആൽഡിഹൈഡ് ആയിരിക്കണം, ഏതെങ്കിലും ആൽഡിഹൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ മീഥൈൽ കീറ്റോൺ ആയിരിക്കണം, CH3 വരുന്ന കീറ്റോൺ ഗ്രൂപ്പ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ളവരോട്ട് മാത്രമേ ഇത് ആൻസർ നമുക്ക് കിട്ടുള്ളൂ. ഈ ബൈസൾഫേറ്റ് സോഡിയം ബൈസൾഫേറ്റായിട്ട് റിയാക്ട് ചെയ്തതിന് അവർ മാത്രമേ നമുക്ക് ആൻസർ തരുള്ളൂ. അപ്പോൾ ആൽഡിഹൈഡ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആൽഡിഹൈഡ്സും മീഥൈൽ കീറ്റോണും റിയാക്ഷൻ വിത്ത് NaHCO3 give bisulfate addition compounds which are crystalline substance. ഓക്കെ, അപ്പോൾ ഞാനിത് ഇവിടെ തന്നെ പറഞ്ഞു തരാം. അതായത് നമ്മളൊരു ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ ഇത് രണ്ടിനെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏത് കീറ്റോണാണ്? മീഥൈൽ കീറ്റോണാണ്. അപ്പോൾ ആൽഡിഹൈഡ് അല്ലെങ്കിൽ മീഥൈൽ കീറ്റോൺ എടുക്കണം, അതിനെ NaHCO3 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഓൾറെഡി ഇവിടെയുള്ള ആൾക്കാർ അവിടെ തന്നെ ഉണ്ടാവും അല്ലേ. ഇനി ബാക്കി ഈ ബോണ്ട് കാർബണിൻ്റെ ഓക്സിജൻ്റെ അവിടെയുള്ള ബോണ്ട് പൊട്ടിയിട്ട് ഓക്സിജൻ്റെ അവിടേക്ക് ഈ Na കയറും. ഓക്സിജൻ്റെ അവിടെയുള്ള കാർബണിൻ്റെ അവിടെയുള്ള ബാക്കി ഒരു ബോണ്ടിലേക്ക് HSO3 കയറും. അങ്ങനെയാണിത് വരുന്നത്, SO3H. ഓക്കെ, ഇനി ഇതിനെ ഹൈഡ്രലൈസ് ചെയ്യാണ്, H2O ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ Na പകരം ഹൈഡ്രജൻ കയറും. H2O എന്ന് പറഞ്ഞാൽ എന്താണ്? H+ഉം OH- ആണ് അല്ലേ. അപ്പം Na ഭാഗത്ത് ഹൈഡ്രജൻ കയറും ആൻഡ് ഈ Na എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ട് പോകും, SO3ൻ്റെ അവിടെ കയറും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു കമ്പൗണ്ട് കിട്ടുന്നത്. ഇതെന്താണ്? ബൈസൾഫേറ്റ് അഡീഷൻ കമ്പൗണ്ടാണ്. ഇതൊരു ക്രിസ്റ്റലൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഇനി ഈ ബൈസൾഫേറ്റ് അഡീഷൻ കമ്പൗണ്ടില്ലേ, അതിനെ ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ ആൽഡിഹൈഡ് കീറ്റോൺ ഏതാണോ നമ്മൾ എടുത്തിരുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിത് ആൽക്കഹോളിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഹെൻസ് ദിസ് റിയാക്ഷൻ ഇസ് യൂസ്ഡ് ഇൻ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾ വിച്ച് കണ്ടെയ്ൻ ആൽക്കഹോൾ ആസ് ഇംപ്യൂരിറ്റി. ഓക്കെ, അപ്പോൾ ബൈസൾഫേറ്റ് അഡീഷൻ കമ്പൗണ്ടാണ് നമുക്ക് ഈ NaHSO3 ആയിട്ട് ഈ നമ്മുടെ ആൽഡിഹൈഡ് അല്ലെങ്കിൽ മീഥൈൽ കീറ്റോണിന് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ആ ബൈസൾഫേറ്റ് അഡീഷൻ കമ്പൗണ്ട് നമ്മൾ ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ യൂസ് ചെയ്തിട്ടായിരുന്നു ഇത് കിട്ടിയത് അത് തിരിച്ചു കിട്ടും. അതുകൊണ്ട് നമ്മളിത് ആൽക്കഹോളിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ? ഇനി അടുത്തത് റിയാക്ഷൻ ഓഫ് ആസിഡ് ഓർ കീറ്റോൺ വിത്ത് ആൽക്കഹോൾ, ആൽഡിഹൈഡ് ഓർ കീറ്റോൺ വിത്ത് ആൽക്കഹോൾ. അപ്പം ആൽഡിഹൈഡ്സ് ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനാദ്യം ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? ഹെമി അസിറ്റാലാണ്. പിന്നെയാണ് നമുക്ക് അസിറ്റാൽ ഫോം ചെയ്യുക. ഇനിയിപ്പോൾ കീറ്റോൺ ആണെങ്കിൽ ഇതിൻ്റെ റിയാക്ഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കീറ്റോൺ ആണെങ്കിൽ കീറ്റോൺ ഈ മോണോഹൈഡ്രിക് ആയിട്ടുള്ള ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യില്ല. അവർ ഡൈഹൈഡ്രിക് ആയിട്ടുള്ളവരായിട്ടാണ് റിയാക്ട് ചെയ്യുക. എന്നിട്ട് സൈക്ലിക് ആയിട്ടുള്ളൊരു കെറ്റാൽ ഫോം ചെയ്യും. ഇതെന്താണ് ഇതെന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് റിയാക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ രണ്ട് രീതിക്കാണ് കാര്യങ്ങൾ പറഞ്ഞത്. ആൽക്കഹോളായിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ ആൽഡിഹൈഡിനും കീറ്റോണിനും വേറെ തരത്തിലാണ്. അതായത് ആൽഡിഹൈഡാണ് നമ്മുടെ ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ, അതായത് സ്പെഷ്യലി അസിറ്റാൽഡിഹൈഡ്. ഓക്കെ, ആൽഡിഹൈഡ് ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ആൽഡിഹൈഡിൽ അസിറ്റാൽഡിഹൈഡായിട്ടാണ് ആദ്യം റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ആദ്യം അതൊരു ഹെമി അസിറ്റാൽ ഫോം ചെയ്യും. ഓക്കെ, ഈ ഹെമി അസിറ്റാൽ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതെന്ത് ഫോം ചെയ്യുക? അസിറ്റാൽ ഫോം ചെയ്യുക. അത് ആൽഡിഹൈഡിൻ്റെ കേസ്. ഇനി കീറ്റോൺ ആണെങ്കിൽ കീറ്റോൺ നമ്മുടെ മോണോഹൈഡ്രിക് ആയിട്ടുള്ള ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യില്ല. അത് ഡൈഹൈഡ്രിക് ആയിട്ടുള്ള ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? സൈക്ലിക് ആയിട്ടുള്ള കെറ്റാൽ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റിയാക്ഷനും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മുടെ ആൽഡിഹൈഡ്, അത് നമ്മൾ എസ്പെഷ്യലി എടുക്കുന്നത് അസിറ്റാൽഡിഹൈഡാണ്. അപ്പോൾ CH3CHO അല്ലേ, CH ഡബിൾ ബോണ്ട് O. ഇതിനെ നമ്മൾ ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. അതായത് ROH എന്ന് എടുക്കാം. ഏതെങ്കിലും ഒരു ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. അത് ആദ്യം ഹെമി അസിറ്റാൽ ഫോം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ C ഇവിടെയുണ്ട്, CH3 ഇവിടെയുണ്ട്, എൻ്റെ H ഇവിടെയുണ്ട്. ഇനി എന്ത് സംഭവിക്കും? ഇവിടെ ബോണ്ട് ബ്രേക്ക് ആവും. എന്നിട്ട് Oൻ്റെ ഒപ്പം R പോവും. പിന്നെ ആരേ ബാക്കിയുള്ളൂ? OH ബാക്കിയുള്ളൂ. അത് അടുത്ത കാർബണിൻ്റെ ബോണ്ടിലേക്ക് പോകും. ഇതാണ് ഹെമി അസിറ്റാൽ. ഇനി അസിറ്റാൽ എന്താണെന്ന് വെച്ചാൽ
ഇതിൽ ഇതേപോലെ തന്നെ CH3 CHOR വരെ സെയിം ആണ്. അത് കഴിഞ്ഞിട്ട് ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഇത് ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് കേട്ടോ. ഈ ഹൈഡ്രജൻ റിമൂവ്ഡ് ആയിട്ട് അവിടെ R ഗ്രൂപ്പ് കയറും, OR വരും. ഇതാണ് എന്ത് പറഞ്ഞാൽ അസിറ്റാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആയോ? ഇതാണ് അസിറ്റാൽ. ഇത് ഹെമി അസിറ്റാലാണ്. ഓക്കെ, ഇനി അടുത്തത് കീറ്റോൺ. കീറ്റോൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത് CH3 C ഡബിൾ ബോണ്ടോ CH3. ഓക്കെ, ഇവരെ നമുക്ക് മോണോഹൈഡ്രിക് ആയിട്ടുള്ള ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റില്ല, ഡൈഹൈഡ്രിക്, അതായത് 2 OH ഗ്രൂപ്പുള്ള ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതായിട്ട് നമ്മൾ എടുക്കുന്നത്, നമ്മൾ റിയാക്ഷൻ എങ്ങനെയാണ് പോണേന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതാണ് കേട്ടോ. HO CH2 അതായത് ഈ സംഭവം എന്ന് പറയുന്നത് എന്താണ്, CH2OH ആണ്. ഇതാണ് ഡൈഹൈഡ്രിക് ആയിട്ടുള്ള ആൽക്കഹോളല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ രൂപത്തിൽ എഴുതി വെച്ചേണത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി ഇതിലെങ്ങനെയാണ് റിയാക്ഷൻ നടക്കുകയെന്ന് വെച്ചാൽ, ഈ ഓക്സിജൻ ഉണ്ടല്ലോ, ഈ ഓക്സിജനും ഈ ഹൈഡ്രജനും ഈ 3 ആൾക്കാരും കൂടിയിട്ട് പുറത്തേക്ക് പോകും. എന്നിട്ട് ബാക്കിയുള്ളവർ കണക്റ്റ് ആവുകയാണ് ചെയ്യുക. അതായത് കണക്റ്റ് ആകുമ്പോൾ എന്തുണ്ടാവും, ഇവിടെ CH3 ഉണ്ട്, ഇവിടെ C ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്, ഇവിടെ ഒരെണ്ണം പൊട്ടിയില്ലേ. അപ്പോൾ എന്നിട്ട് ഒരു ഓക്സിജൻ ഇങ്ങോട്ടും വരില്ലേ. ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, 2 ബോണ്ട് ഉണ്ട്. അപ്പോൾ ഒരു ഓക്സിജൻ ഇങ്ങോട്ടും, പിന്നെ ബാക്കി CH2, ഇവിടെ CH2, ഇത് ബോണ്ട്. മനസ്സിലായോ? ഇതാണ് എന്ത് പറഞ്ഞാൽ കെറ്റാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആയോ? അപ്പോൾ കീറ്റോൺ ആണെങ്കിൽ ഡൈഹൈഡ്രിക് ആയിട്ടുള്ള ആൽക്കഹോളായിട്ടായിരിക്കും എന്ത് വരിക, റിയാക്ഷൻ വരിക, എന്നിട്ട് കെറ്റാൽ ഫോം ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ആൽക്കഹോളായിട്ടുള്ള റിയാക്ഷൻ. ഇനി അടുത്തത് 5ാമത്തെ, ഫസ്റ്റ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനിൽ ലാസ്റ്റത്തെയാണ് അഡീഷൻ ഓഫ് അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. അതായത് അമോണിയ അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. സോ അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ആഡ്സ് ടു ദി കാർബൺ ആറ്റം ഓഫ് കാർബണൽ ഗ്രൂപ്പ് ഫോമിങ് എ പ്രോഡക്റ്റ് ത്രൂ ദി എലിമിനേഷൻ ഓഫ് എ മോളിക്യൂൾ ഓഫ് വാട്ടർ. അതായത് അമോണിയ ഡെറിവേറ്റീവ്സ് ഒക്കെ നമ്മൾ ഈ കാർബണൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാർബൺ ആറ്റം ഉണ്ടല്ലോ, കാർബണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പം C ഡബിൾ ബോണ്ടോ ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. ആൽഡിഹൈഡും കീറ്റോണിനനുസരിച്ചിട്ട് അത് മാറും. അപ്പോൾ ഈ C ഡബിൾ ബോണ്ടോയില ഈ കാർബൺ ഉണ്ടല്ലോ, അവിടേക്കാണ് ഈ അമോണിയ ഡെറിവേറ്റീവ്സോ അമോണിയോ ആഡ് ആവുന്നത്. അപ്പം ഇത് ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യും. ആ പ്രോഡക്റ്റ് ഫോം ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മോളിക്യൂൾ ഓഫ് വാട്ടർ റിമൂവ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ എന്താണ്, റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷനാണ്. അതിനെ കാറ്റലൈസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആസിഡിൻ്റെ പ്രസൻസ് വേണം. പക്ഷേ ദ മീഡിയം ഷുഡ് ബി വീക്ക്ലി അസിഡിക്. മീഡിയം എന്തായിരിക്കണം, വീക്ക്ലി അസിഡിക് ആയിരിക്കണം. ബിക്കോസ് സിൻസ് അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ആർ ബേസിക് ഇൻ നേച്ചർ, ദേ ഫോം സോൾട്ട് ഇൻ സ്ട്രോങ്ലി അസിഡിക് മീഡിയം. അതായത് മീഡിയം നമ്മൾ സ്ട്രോങ് ആസിഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ അമോണിയയും അതിൻ്റെ ഡെറിവേറ്റീവും ബേസിക് ആണ്. അപ്പോൾ ബേസും ആസിഡും കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും, സോൾട്ടും വാട്ടറും ആണ് കിട്ടുക. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് മീഡിയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വീക്ക്ലി അസിഡിക് ആയിട്ടുള്ള മീഡിയത്തിലേ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ അമോണിയ അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്സ് നമ്മുടെ കാർബണൽ ഗ്രൂപ്പിൻ്റെ കാർബൺ ആറ്റത്തിന്മേൽ റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യും. അങ്ങനെ വാട്ടർ റിമൂവ്ഡ് ആയിട്ടാണ് ഈ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ആസിഡ് എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള ആസിഡാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഇത് ഓർത്ത് വെച്ചാൽ മതി, ഇതേ ഉള്ളൂ അതിൽ പഠിക്കാൻ. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ കാണുമ്പോൾ ഇത് എങ്ങനെ ഓർത്ത് വയ്ക്കാമെന്നൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് 4 കോളംസ് ആണുള്ളത്. ഒന്ന് റിയേജൻറ്റിൻ്റെ ഫോർമുല, പിന്നെ അതിൻ്റെ പേര്, പ്രോഡക്റ്റിൻ്റെ ഫോർമുല, പ്രോഡക്റ്റിൻ്റെ പേര്. അപ്പോൾ റിയേജൻറ്റും പ്രോഡക്റ്റുമാണ് നമുക്ക് അറിയേണ്ടത്, അതിൻ്റെ ഫോർമുലയും അതിൻ്റെ പേരും അറിയണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ബേസിക് ആയിട്ടുള്ള NH3 ആണ്. അപ്പോൾ നമ്മൾ ഈ റിയേജൻറ്റിൻ്റെ ഫോർമുല നോക്കുകയാണെങ്കിൽ 2 രീതിക്കാണ് ഫോർമുലാസ് ഉള്ളത് അല്ലേ. ഒന്ന് റിയേജൻറ്റിൻ്റെ ഫോർമുല, ഒന്ന് പ്രോഡക്റ്റിൻ്റെ ഫോർമുല. അപ്പോൾ റിയേജൻറ്റിൻ്റെ ഫോർമുല നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് ഇൻ ദ ഫോം ഓഫ് NH2Y എന്നാണ്. ഈ Y ആര് വേണമെങ്കിലും ആവാം.
ഹൈഡ്രജനോ OHO ആർ ഗ്രൂപ്പോ എന്ത് വേണമെങ്കിലും ആവാം. അത് നമ്മുടെ ഓരോ റിയേജൻ്റ് എടുക്കുന്നതിനനുസരിച്ച് മാറും. NH2Y ആണ് റിയേജൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഫോർമുല. ഈ Y മാറിക്കൊണ്ടിരിക്കും ഓരോ റിയേജൻറ്റിനനുസരിച്ചിട്ട്. അതുപോലെ നമുക്ക് പ്രോഡക്റ്റിനുള്ള ഫോർമുല എന്ന് പറയുന്നത് C, ഇവിടെ 2 ബോണ്ട്, ഡബിൾ ബോണ്ട് NY. ഓക്കെ, C ഡബിൾ ബോണ്ട് N, ഇവിടെ 2 ബോണ്ട് Y. ഈ Y ആണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 2 ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് റിയേജൻറ്റിനും പ്രോഡക്റ്റിനും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. പിന്നെ നമ്മൾ എവിടെ റിയേജൻറ്റിന് എന്താ ആണോ ഈ Y ചൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് പ്രോഡക്റ്റിൻ്റെ Y. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടത് പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് അമോണിയ NH3. അപ്പോൾ NH3നെ നമ്മൾ ഈ ഒരു ഫോർമുല ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? NH2, Yക്ക് പകരം അവിടെ ആര് വരും? H വരും. കാരണം എന്താ, NH3 എന്ന് പറഞ്ഞാൽ 3 ഹൈഡ്രജൻ ഉണ്ട്. NH2ൽ ഓൾറെഡി ഒരു നൈട്രജനും 2 ഹൈഡ്രജനും കഴിഞ്ഞു. ഇനി ബാക്കി ആരുള്ളത്? ഒരു ഹൈഡ്രജൻ. അതാണ് നമ്മുടെ Y. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റിൽ ഫോം ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? C 2 ബോണ്ട്, അല്ലാണ്ട് ഡബിൾ ബോണ്ട്, പിന്നെ N, പിന്നെ H. ക്ലിയർ ആയോ? അപ്പോൾ അതന്നെയല്ലേ ഇവിടെയും തന്നേക്കുന്നത് അല്ലേ? അതന്നെയല്ലേ ഇവിടെ എഴുതിക്കുന്നത്. ഇനി ഇവരുടെ പേരാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഞാൻ അത് വായിക്കട്ടെ. ഈ ഫോർമുല നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഞാൻ അതിൻ്റെ മുകളിൽ എഴുതി തരാം. NH2 Yയും ഇവിടെ C ഡബിൾ ബോണ്ട് NY. ഓക്കെ, അമോണിയ കഴിഞ്ഞല്ലേ? അപ്പോൾ ഈ NH3ൻ്റെ റിയേജൻറ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അമോണിയ, പ്രോഡക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഇമീൻ. ഓക്കെ, ഇമീൻ. ഇനി അടുത്തത് RNH2 ആണ്. അപ്പോൾ അവിടെ എന്താണ് Y എന്ന് പറയുന്നത്? NH2Y എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ അതിലേക്ക് ആരാ വന്നേണ്? അപ്പോൾ NH2 സാറ്റിസ്ഫൈ ചെയ്തു. Yൻ്റെ പൊസിഷനിൽ ആരാ വന്നേണ്? R ഗ്രൂപ്പാണ് വന്നേണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൽ ആര് വരും? C ഡബിൾ ബോണ്ട് N, പിന്നെ Yൻ്റെ സ്ഥാനത്ത് R വരും. അങ്ങനെയാണ് ഇത് കിട്ടിയത്. ഇതാണ് ഷിപ്സ് ബേസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഈ RNH2 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി അമീനാണ്. ഇനി ഷിപ്സ് ബേസിന് നമ്മൾ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻ എന്നാണ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തേന്ന് പറഞ്ഞാൽ NH2OH. അപ്പോൾ ഇവിടെ Y ഏതാ? NH2Y എന്നാണല്ലോ നമ്മുടെ റിയേജൻറ്റിൻ്റെ ഫോർമുല. അപ്പോൾ NH2Yക്ക് പകരം OH ആണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് വരുമ്പോൾ C ഡബിൾ ബോണ്ട് NOH എന്ന് പറഞ്ഞിട്ട് വരും. ഇതിൻ്റെ പേര് ഓക്സിമാണ് ആൻഡ് റിയേജൻറ്റിൻ്റെ പേര് ഹൈഡ്രോക്സി അമീൻ. ഇനി അടുത്തത് NH2NH2. അപ്പോൾ നമ്മുടെ Y ആരാ? NH2. ഹൈഡ്രോസീൻ എന്നാണ് പേര്. പ്രോഡക്റ്റിൽ ആ Yൻ്റെ സ്ഥാനത്ത് NH2 വരും. ഹൈഡ്രോസോൺ എന്നാണ് പ്രോഡക്റ്റിൻ്റെ പേര്. ഹൈഡ്രോസീൻ, ഹൈഡ്രോസോൺ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ആൾ NH2NH, പിന്നെ ഫീനൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഈ NH ഫീനൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് Y. അപ്പോൾ അത് ഇതേപോലെ ഈ സ്ഥാനത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ റിയേജൻറ്റിൻ്റെ പേര് വരുന്നത് ഫിനൈൽ ഹൈഡ്രോസീൻ എന്നാണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പേര് വരിക ഫിനൈൽ ഹൈഡ്രോസോൺ എന്നാണ്. ഇനി ആറാമത്തേന്ന് പറഞ്ഞാൽ NH2NH ഫിനൈൽ ഗ്രൂപ്പ് NO2. ബോഷേസ് റിയേജൻ്റ് എന്ന് പറയും. അപ്പോൾ ഇതിന് നെയിമിങ് വരിക 2,4-ഡൈനൈട്രോഫീനൈൽ ഹൈഡ്രോസീൻ, അതായത് DNP. ഓക്കെ, 2,4-ഡൈനൈട്രോഫീനൈൽ ഹൈഡ്രോസീൻ ആണ്. ആൻഡ് ഈ Y സ്ഥാനത്ത് ഇവരിട്ട് കൊടുക്കുക. ആൻഡ് ആ പ്രോഡക്റ്റിൻ്റെ പേരെന്നാണ് 2,4-ഡൈനൈട്രോഫീനൈൽ ഹൈഡ്രോസോൺ. ഇനി ഏഴാമത്തെ ആളെന്ന് പറയുന്നത് NH2NHCONH2. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കേണ്ട Yയും. സെമി കാർബസൈഡ് എന്നാണ് ഈ റിയേജൻറ്റിൻ്റെ പേര്. സെമി കാർബസോൺ എന്നാണ് പ്രോഡക്റ്റിൻ്റെ പേര്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻ ഓൾ ദി അബവ് പ്രോഡക്ട്സ് ദർ ഇസ് എ ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആൻഡ് നൈട്രജൻ. ദ റിയേജൻസ് ആർ റിട്ടൺ ആസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. റിയേജൻസിനെ നമ്മൾ NH2Y എന്നുള്ള രീതിയിൽ എഴുതും. ആൻഡ് പ്രോഡക്ട്സിന് നമ്മൾ C ഡബിൾ ബോണ്ട് NY എന്നുള്ള രീതിയിൽ എഴുതും. ക്ലിയർ ആയോ? ഓക്കെ.